എൻ്റെ പേര് ദീപ്തി. ഞാൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. 5 മാസം കൊണ്ടാണ് ഞാൻ എഴുതി പൂർത്തിയാക്കിയത്. നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോൾ ദീപ്തി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ചേച്ചി പോലീസിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാരിയാണ് ചേച്ചി തൻ്റെ ആ ജോലികൾക്കിടയിലും ബൈബിളിൻ്റെ പുതിയ നിയമം എഴുതി പൂർത്തിയാക്കാൻ വേണ്ടി ചേച്ചിക്ക് സാധിച്ചു. ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് ദീപ്തി. ഞാൻ നെടുങ്കുന്നം ഫൊറോനയിലെ ചമ്പക്കര സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവാംഗമാണ്. ഞാൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡെപ്യൂട്ടേഷൻ ബസ്സിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ജോലിയുടെ ഇടവേളകളിലും ഞാൻ വീട്ടിൽ സമയം കണ്ടെത്തിയും ഞാൻ എൻ്റെ പുതിയ നിയമം ബൈബിള് പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു. 5 മാസം കൊണ്ടാണ് ഞാൻ എഴുതി പൂർത്തിയാക്കിയത്. ആരെങ്കിലും പ്രചോദനം തന്നിട്ടാണോ അതോ സ്വയം തോന്നിയാണോ ബൈബിൾ എഴുത്ത് സ്ക്രിപ്റ്റ് തുറ നടക്കുന്നുണ്ട് എന്നുള്ള നോട്ടീസ് കിട്ടിയപ്പോൾ അത് എഴുതണം, എന്തെങ്കിലും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നു എന്നതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും എനിക്ക് ചെയ്യണം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്ന ഒരു ബോധ്യത്തിൽ അത് തിരിച്ചറിവിൽ നിന്നാണ് എനിക്ക് ബൈബിൾ എഴുതാനുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടിയത്. ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ബൈബിൾ എഴുതാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത്? ജോലി തിരക്കിൻ്റെ ഇടയ്ക്കും ഞാൻ കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ ബൈബിൾ എഴുതാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ വീട്ടിൽ വന്നതിന് ശേഷവും വീട്ടിലെ ജോലികളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ബൈബിൾ എഴുതാൻ ശ്രമിക്കാറുണ്ട്. ഒരു ദിവസം ഒരു 4 മണിക്കൂറെങ്കിലും വചനം എഴുതുന്നതിന് വേണ്ടി ഞാൻ സമയം കണ്ടെത്താറുണ്ടായിരുന്നു. ബൈബിൾ എഴുതുന്ന കാലയളവിൽ ഉണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങളെ കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ? എനിക്ക് വലത്തെ കൈയുടെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുറേ നാൾ ആ വേദന ഉണ്ടായിരുന്നു. ഞാൻ മരുന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചു, പക്ഷേ കുറവില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വചനം ഒരു നോട്ട്ബുക്കിൽ ആദ്യം എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വചനം എഴുതുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ബൈബിൾ എഴുതാനുള്ള ഒരു പ്രചോദനം വന്നത്. അങ്ങനെ എഴുതി തുടങ്ങി കഴിഞ്ഞ് പിന്നെ എൻ്റെ കൈക്ക് വേദന മാറിയെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കൈയുടെ മുട്ടിൻ്റെ വേദന പൂർണ്ണമായിട്ടും എനിക്ക് മാറി. അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു.